ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മോഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഒരു പ്രൊമോ നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, അതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ അലീന ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ സൂക്ഷിച്ച് പോകണം, നീ അവിടെ പോകുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഒരു ടെൻഷനാണ്. കാര്യം എന്താകും എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നോക്കിപ്പോണം. അച്ഛൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നുണ്ടായതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. അച്ഛൻ അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട, നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചേക്കണം എന്നിങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയണം. അതൊക്കെ ഞാൻ ചെയ്തോളാം, അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ വേറൊന്നും കൊണ്ടല്ല അച്ഛാ പോകുന്നത്, ഒരു പെൺകുട്ടിയല്ലേ, എൻ്റെ സഹോദരൻ കാരണം ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ അത് എനിക്ക് തന്നെ ആ കുട്ടിയെ കൈപിടിച്ച് ജീവിതത്തിലോട്ട് കയറ്റണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അച്ഛാ. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ അതിനെ പോയി ഒന്ന് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നതെന്ന് അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രന് മനസ്സിനൊരു ടെൻഷനായിട്ടാണെങ്കിലും ബാലചന്ദ്രൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അലീനെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പോവാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ ഷോപ്പിലോട്ടൊക്കെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. കാരണം ഷോപ്പ് തുറന്നിട്ടുണ്ട്, ഗോവർദ്ധനാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പം എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. ബാലചന്ദ്രന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഷോപ്പിലോട്ടൊക്കെ പോകാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും. പിന്നെ ആൾക്കാരുടെ ഓരോ കുത്തിയുള്ള ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനുണ്ട്. പക്ഷേ എങ്കിലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ അലീന നമ്മുടെ ശരണ്യയുടെ വീട്ടിലെത്തി. അപ്പോൾ അലീനയെ കണ്ടതും ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അലീന വന്നല്ലോ. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് മോളെ വാന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരണ്യ എന്തെടുക്കാം മോളെ, മോള് വരുമ്പോൾ അവളൊരു ഇച്ചിരി ഹാപ്പിയാണ്, പക്ഷേ പോയി കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡൗൺ ആയിപ്പോവും. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്, മോള് അവളെ കൈ പിടിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതിന് മോൾക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണുകളോട് ശരണ്യയുടെ അമ്മ അലീനയോട് പറയണം. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഒരു കുഴപ്പവും നമ്മുടെ ശരണ്യയ്ക്ക് വരുന്നില്ല. പഴയതിനേക്കാൾ അവൾ ഉത്സാഹത്തോടെ നടക്കുകയും പഠനത്തിന് പോവുകയും പിന്നെ ജോലിയൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാകുമെന്ന് അലീന ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന നേരെ ശരണ്യയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. ഇതേ സമയം നമ്മുടെ ശരണ്യയുടെ അമ്മ ഓടിച്ചെന്ന് ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ കൊച്ചു വന്നിട്ടുണ്ട്. ആ കൊച്ചു വരുന്നത് നമ്മുടെ മോൾക്ക് പുനർജന്മം കിട്ടും പോലെയാണ്. കാര്യം അത് വന്നു കഴിഞ്ഞാൽ അവൾ ആഹാരം കഴിക്കുകയും വർത്തമാനം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു സന്തോഷമല്ലേ ഏട്ടാ എന്ന് പറയുമ്പോൾ അയാളും പറയുന്നുണ്ട്, ആ ഒരു ശരണ്യയുടെ അച്ഛൻ, ദൈവമായിട്ട് ആ കൊച്ചിനെ അയക്കണേയിരിക്കും, നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മകൾക്ക് പറ്റിയ ഒരു അവസ്ഥ അറിഞ്ഞ് ദൈവം തന്നെ അയച്ചതായിരിക്കും ആ കുട്ടീനെ. കാരണം ആ കുട്ടിക്ക് അത് വളർന്ന ഒരു അനാഥയെ പോലെ വളർന്ന കുട്ടി, അതിനിങ്ങനെ ഒരു ഇത് തോന്നി അതിവിടെ വന്ന് നമ്മളെ മോളെ കൈപിടിച്ച് ജീവിതത്തിലോട്ട് കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമില്ല. അതുപോലെ അലീന വന്നു കഴിയുമ്പോൾ ശരണ്യയ്ക്ക് ഉണ്ടാകുന്ന ആ മാറ്റവും അലീനയോടൊപ്പം കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അവർക്ക് അച്ഛനും അമ്മയ്ക്കും ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവേണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ടെക്സ്റ്റൈൽസിലും പിന്നെ ജ്വല്ലറിയിലൊക്കെ ചെല്ലുകയാണ്. അപ്പം ജ്വല്ലറി ചെന്ന സമയത്ത് നമ്മുടെ ഗോവർദ്ധൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനെ കണ്ടപ്പം തന്നെ, എങ്ങനെയുണ്ട് ഗോവർദ്ധന, കുഴപ്പമൊന്നുമില്ല ബാലേട്ട. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, സ്റ്റാഫുകളെല്ലാവരും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധനം പറയും, പ്രശ്നങ്ങളൊന്നുമില്ല ബാലേട്ട, സ്റ്റാഫുകളെല്ലാവരും വന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റേതായ ചെറിയൊരു ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അത് നമ്മൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നേരെ ക്യാബിനിലോട്ട് പോവാണ്. അപ്പം സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട്, അവർ പഴയ പോലെ തന്നെ അവരുടേതായ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റാഫ് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട്, സാറേ കാര്യങ്ങളൊക്കെ പിന്നെ എന്തായി, മോന് ജാമ്യം കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? ബാലേന്ദ്രൻ പെട്ടെന്നൊരു, കാരണം അങ്ങനെ സ്റ്റാഫുകൾ തന്നെ വന്ന് ചോദിക്കും എന്നുള്ളൊരു ഇത് ബാലചന്ദ്രൻ്റെ മൈൻഡിൽ
മൈൻഡിൽ പോയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ മോൾക്ക് ഒരു വല്ലായ്മ ആയെങ്കിൽ ബാലചന്ദ്രൻ പറഞ്ഞു ശ്രമിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് സത്യത്തിൽ ഈ മോനെ ആരെങ്കിലും പെടുത്തിയതാണോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെയാണ്. അവനെ പെടുത്തിയതാണോ, അവനെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഒന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പെട്ടു, എന്തായാലും നാണക്കേട് ഒക്കെ കുടുംബത്തിനായി എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് അയാൾ പോവാണ് കേട്ടോ സ്റ്റാഫ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗോവർദ്ധനം വരുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധനം പറയുന്നുണ്ട്, അതെ ഇതുപോലെയൊക്കെയുള്ള ഒന്ന് രണ്ട് ദിവസം ഇതുപോലെയൊക്കെയുള്ള ചില ചോദ്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റാഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ ആരെങ്കിലും ഷോപ്പിൽ വരികയാണെങ്കിൽ അവരിൽ നിന്നൊക്കെ ഉണ്ടാവും ബാലേട്ട. നമ്മളത് കണക്കാക്കി തന്നെ നിൽക്കണം. അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും കണക്കാക്കണ്ടെന്ന് ഗോവർദ്ധനൻ ബാലേന്ദ്രനോട് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞ് സാരമില്ല, ഇതൊക്കെ കേൾക്കാൻ നമ്മുടെ വിധി, അതിന് പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നമുക്ക് വന്നേക്കണേന്നുള്ളത് ബാലേന്ദ്രൻ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ കമല ഹോസ്പിറ്റലിലോട്ട് വരുന്ന സീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അലീന നമ്മുടെ ശരണ്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ റൂമിൽ അങ്ങനെ പറ്റി കിടക്കുകയാണ് കേട്ടോ, ഒരു ചടഞ്ഞ് മൂടി. അപ്പോൾ തന്നെ അലീന ചോദിക്കും, ആഹാ ഇതെന്താണ് ഉറങ്ങുകയാണോ, എപ്പോഴും നിനക്ക് ഉറക്കമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അലീന ചെല്ലുമ്പോൾ ശരണ്യ ഏയ് ഇല്ല ചേച്ചി ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല മറുപടിയൊക്കെ അപ്പോൾ തന്നെ പറയുക കേട്ടോ ശരണ്യ. എന്നിട്ട് പതുക്കെ നീ ഒന്ന് എഴുന്നേറ്റ്, എപ്പോഴും ഇങ്ങനെ ചടഞ്ഞ് മൂടി എൻ്റെ മോളിങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അലീന കുറച്ച് പുന്നാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി, അതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ്, നീ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? അപ്പം പതുക്കെ തല കുനിച്ചു കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവുകയില്ല, എനിക്കറിയാലോ, ഫുഡൊക്കെ കഴിച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. വേണ്ട ചേച്ചി പുറത്തോട്ടൊന്നും പോകണ്ട, എനിക്ക് പുറത്തോട്ട് പോകണത് ഇഷ്ടമല്ലെന്നാണ്. അതെ പുറത്തോട്ട് പോയാൽ എന്താ കുഴപ്പം, വേണ്ട ചേച്ചി. കാരണം ഒരു വിസമ്മതം ശരണ്യെ കാണിച്ചു. പക്ഷേ എങ്കിലും അലീന നിർബന്ധിച്ച് ശരണ്യനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ആദ്യമൊക്കെ കുറച്ച് മടിയും ഒരു ഇഷ്ടക്കുറവും ഒക്കെ ആയിരുന്നു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി ചീകി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അലീന ശരണ്യനെ പതുക്കെ അവിടെ നിന്ന് നടത്തിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ വന്നപ്പോൾ ശരിക്കും സന്തോഷമാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ചടഞ്ഞ് മൂടി ഇങ്ങനെ കിടന്ന എൻ്റെ മോള് ദേ നടക്കണു. അങ്ങനെ ഓടി ചെന്ന് അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നു, ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത്, നമ്മുടെ മോൾ അവിടെ നടക്കണം. കാരണം ആ അമ്മയ്ക്ക് അത്രയേറെ സന്തോഷമാണ് ആവണത്. തൻ്റെ മോള് ഇപ്പോൾ ഈ കുട്ടി, അതായത് അലീന എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശരണ്യ ഇന്നിപ്പോൾ ജീവനോടെ ഉണ്ടാവണമെന്നില്ല. കാരണം അവൾക്ക് ജീവിതം മടുത്ത് അവൾ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചും അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ എന്തിനു ജീവിക്കണോ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണം അമ്മയെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഇത്രയും ഒരു മാറ്റമൊക്കെ വന്നപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് ഉറപ്പായി എന്തായാലും എൻ്റെ മോള് തിരിച്ച് ജീവിതത്തിലോട്ട് കടന്നു വരും, അത് അലീന കാരണം എന്നുള്ളത് ശരണ്യയുടെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ശരണ്യനെയും പിടിച്ചുകൊണ്ട് അലീന പുറത്തോട്ട് ഇങ്ങനെ അവർ ഉമ്മറത്തോട്ടൊക്കെ വരെ കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ ഒന്ന് രണ്ട് ചേച്ചിമാർ, ആഹാ ഇതാരാ ശരണ്യ മോള് വെളിയിലൊക്കെ ഇറങ്ങി തുടങ്ങിയോ? അപ്പം ശരണ്യയുടെ മുഖം അങ്ങ് മാറി കേട്ടോ. അത് നല്ല രീതിയിൽ ചോദിച്ചതാണോ അതോ ആക്കി ചോദിച്ചതാണോ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അലീന പറഞ്ഞു കൊടുത്താൽ അതെ പലരും പല രീതിയിൽ നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം ചോദിച്ചത്, ചിലപ്പോൾ നമുക്കൊന്ന് കൊള്ളാൻ പാകത്തിനായിരിക്കും ചോദിക്കുക. ചിലവർക്ക് നമ്മൾ നല്ല ചുട്ട മറുപടി കൊടുക്കണം. അതുകൊണ്ട് ഇതൊന്നും മോൾ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശരണ്യക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കൊടുക്കണം കേട്ടോ അലീന. അങ്ങനെ അവളെ പിടിച്ച് ഉമ്മറത്തൊക്കെ കൊണ്ട് നടത്തിക്കുന്നുണ്ട്. എന്തായാലും ശരണ്യക്ക് നല്ല ചേഞ്ച് തന്നെയാണ് അലീന ഓരോ ദിവസവും. അലീനയുടെ ഓരോ വരവിലും ശരണ്യ ജീവിതത്തിലോട്ട് ഓരോ പടി കയറി വരാം കേട്ടോ. ആ കുട്ടിയുടെ ജീവിതം ഒരു താങ്ങ് തന്നെയാണ് സത്യം പറഞ്ഞ അലീന. കാരണം ഒരു നല്ലൊരു കൈത്താങ്ങ് തന്നെയാണ് അലീന. ഇതേ സമയം നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് നമ്മുടെ കമല വരെയാണ്. അങ്ങനെ കമല വന്ന് കാര്യവിശേഷമൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട്, അതെ ശിവേട്ടനും ബാലേന്ദ്രനും ഒക്കെ രാജീവ് ഉൾപ്പെടെ വക്കീലിനെ പോയി കാണുന്നുണ്ട്. പക്ഷേ വക്കീലൊക്കെ പറയണത് ഈ ശരണ്യ എന്ന് പറയുന്ന കുട്ടിയുടെ മൊഴിയിലാണ് ഇവരുടെ ഇനിയുള്ള ജാമ്യം. അപ്പോൾ കമല പറയും അതിന് ഒരൊറ്റ വഴിയുള്ളൂ ഞങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അപ്പം വൈജ ചോദിക്കും അതിനെന്താ വഴി? അപ്പോൾ പറയും അലീന, അവൾ ശരണ്യയുമായിട്ടും അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. അവൾ
ദിവസേന അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ വിചാരിച്ച് ശരണ്യെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ രോഹിത്തിനും ഹരിക്കും ഒക്കെ ജാമ്യം കിട്ടും എന്ന് പറയണം. വക്കീലും ഇത് തന്നെയാണ് പറയണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറഞ്ഞു അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇനി അവളെ കാല് പിടിക്കണമെന്ന് വൈജ ചോദിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് കാല് പിടിക്കേണ്ടി വന്നാലും കുഴപ്പമുണ്ടോ വൈജയെ? കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ മക്കളെ ജാമ്യം എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വരണം. വൈജ പറയണം എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി അവളെ കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇച്ചിരി കുഴയും. അങ്ങനെയാണെങ്കിൽ പിന്നെ കാലാകാലം എണ്ണി കിടക്കേണ്ടി വരും നമ്മളെ മക്കൾ രണ്ടുപേര് എന്ന് കമല പറയുന്നുണ്ട്. എന്നിട്ട് കമല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. അപ്പോൾ അതേസമയം വൈജയന്തി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കമല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീ ഡിസ്ചാർജ് ആയിട്ട് മരുന്ന് ഇറങ്ങുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട് വന്നാൽ എനിക്ക് കടപ്പാട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ, അത് എങ്ങോട്ടാണ് ഞാൻ പോണത്, ഇവിടെ ആകുമ്പോൾ നേഴ്സുമാരുണ്ട് അവർക്ക് ഇച്ചിരി പൈസ കൊടുത്താൽ മതിയല്ലോ, അല്ലാണ്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ, അവളെ എന്തായാലും ഇറക്കി വിടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല പറയും നീ ഇപ്പം ദേഷ്യത്തിനും വിദ്വേഷത്തിനൊന്നും പോകണ്ട, നമ്മുടെ പിള്ളേരുടെ കാര്യത്തിനുള്ള എന്തെങ്കിലും കാര്യം ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കമല പോണത്. അങ്ങനെ വൈജയന്തി കിടന്ന് ചിന്തിക്കുകയാണ് എന്ത് ചെയ്യും. ഒരിക്കലും വൈജ അലീനയുടെ കാല് പിടിക്കാൻ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട് എന്തായാലും കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് അലീനയെ ഇറക്കി വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സുമായിട്ട് താൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തുകയാണ് വൈജയന്തി. ഇതേ സമയം നമ്മുടെ അലീന ശരണ്യർക്ക് ഫുഡൊക്കെ കൊടുത്ത് ശരണ്യയുടെ ആ ദിവസത്തെ കുറച്ച് നേരം സംസാരവും നടത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയം നമ്മുടെ മനു വിളിക്കേണ്ടത് നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അലീന പറയുന്നുണ്ട് മനുവേട്ടാ ഞാനിങ്ങനെ ശരണ്യെ കാണാൻ പോയിട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ പോയോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് മനു വെക്കുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ ആണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ, വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.